ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ നമ്മുടെ ഫസ്റ്റ് പാഠായ ഗിഡ്കിയെക്കുറിച്ച് ഡിസ്കസ് ചെയ്തു. അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്ത കൂട്ടുകാർ പോയിട്ട് കാണാം. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇനിയും ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ ഓരോ പാഠവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി അടുത്തത് പഠിക്കാനുള്ളത് എന്ന് പറയുന്നത് രണ്ടാമത്തെ പാഠമാണ്. അതായത് പാഠത്തിൻ്റെ പേര് ജിന്ദഗി കാ സഫർ. ജിന്ദഗി കാ സഫർ എന്ന് പറഞ്ഞാൽ എന്താ? ജിന്ദഗി എന്ന് പറഞ്ഞാൽ എന്താണ്? ജീവിതം. അപ്പോൾ ജീവിതം, സഫർ നമ്മൾ ഫസ്റ്റ് പാഠത്തിൽ തന്നെ പഠിച്ചിട്ടുണ്ട്. സഫർ എന്തായിരുന്നു? യാത്ര. അപ്പം ജീവിതത്തിൻ്റെ യാത്ര. നമ്മൾ ഫസ്റ്റ് പാഠവും യാത്രയുമായി ബന്ധപ്പെട്ടതായിരുന്നു. അതുപോലെ നമ്മൾ ഫസ്റ്റ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒന്നാമത്തെ യൂണിറ്റ് തന്നെ എന്തിനും ബന്ധപ്പെടുത്തിയിട്ടുള്ളതാണ്? യാത്രയെക്കുറിച്ച് പറയുന്നതാണ്. പക്ഷേ യാത്രകൾ പലതരത്തിലായിരിക്കാം. അപ്പോൾ ഇവിടെ എന്തായിരിക്കും പറയുന്നുണ്ടാവുക? അപ്പോൾ ജിന്ദഗി കാ സഫർ എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ യാത്ര, അല്ലെങ്കിൽ ജീവിതയാത്ര, ജീവിതത്തിൻ്റെ യാത്ര, അങ്ങനെയെല്ലാം പറയാം. അപ്പോൾ നമുക്കൊരു ഹൈക്കു ആണ് പഠിക്കാനുള്ളത്. ഹൈക്കു എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈക്കു എന്ന് പറയുന്നത് കവിതയുടെ വേറൊരു രൂപമാണ് ഹൈക്കു. അതായത് പാരമ്പര്യ ജപ്പാൻ കവിതാ രൂപമാണെന്നെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ ഹൈക്കു എന്ന് പറയുന്നത് കവിതയുടെ മറ്റൊരു രൂപം. എന്നാൽ ഹൈക്കുവിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഇതിന് 3 വരികളാണ് ഉണ്ടാവുക. ഹൈക്കുവിന് 3 വരികളാണ് ഉണ്ടാവുക. അതിൽ ആദ്യത്തെ വരികളിൽ 5 അക്ഷരവും, രണ്ടാമത്തെ വരിയിൽ 7 അക്ഷരവും, മൂന്നാമത്തെ വരിയിൽ 5 അക്ഷരം. അങ്ങനെ ടോട്ടൽ മൊത്തമായിട്ട് 17 അക്ഷരങ്ങൾ കൂടി ചേർന്നൊരു കവിതയാണ് ഹൈക്കു എന്ന് പറയുന്നത്. പിന്നെ ഹൈക്കുവിനെ പറ്റി പറയാനാണെങ്കിൽ ചെറിയ വാക്കുകളായിരിക്കും, കുറച്ച് അക്ഷരങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. എങ്കിൽ കൂടി അതിൻ്റെ ആഴം അല്ലെങ്കിൽ അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ഭയങ്കര വലിയ രീതിക്ക് തന്നെ നല്ല ആഴമുള്ള ഡെപ്തുള്ള അർത്ഥങ്ങളായിരിക്കും എന്തിനുണ്ടാവുക? ഹൈക്കുവിനുണ്ടാവുക. അപ്പോൾ ഹൈക്കുവിൻ്റെ പ്രത്യേകതകൾ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയേണ്ട കാര്യങ്ങൾ 3 വരികളാണ് ഉണ്ടാവുക. അതിൽ ആദ്യത്തെ വരിയിൽ 5 അക്ഷരവും, രണ്ടാമത്തെ വരിയിൽ 7 അക്ഷരവും, മൂന്നാമത്തെ വരിയിൽ 5 അക്ഷരം, അങ്ങനെ 17 അക്ഷരങ്ങൾ കൂടിച്ചേർന്നതാണ് ഒരു ഹൈക്കു. ഹൈക്കു ചെറിയ വാക്കുകൾ കൊണ്ട് ആഴത്തിലുള്ള അർത്ഥങ്ങളായിരിക്കും എന്നതാണ് ഹൈക്കുവിൻ്റെ മറ്റൊരു പ്രത്യേകത. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ 3 ഹൈക്കുകളാണ് പഠിക്കാനുള്ളത്. ആദ്യത്തെ ഹൈക്കു എഴുതിയത് സുരഗമ യാദവ്. സുരഗമ യാദവിൻ്റെ ഹൈക്കു ആണ് ഒന്നാമതായി പഠിക്കാനുള്ളത്. നമുക്കൊന്ന് വായിച്ചു നോക്കാം. സുഖായ ബാഡ് സാഹബ് കെ ആംഗൻ സദാ ഫുഹാർ. സൂക്ക എന്ന് പറഞ്ഞാൽ വരണ്ട, ബാഡ് എന്ന് പറഞ്ഞാൽ വെള്ളപ്പൊക്കം, സഹബ് എന്നിവിടെ ഉദ്ദേശിക്കുന്നത് യജമാൻ, ധനികർ എന്നുള്ളൊരു അർത്ഥമാണ്. ആംഗൻ എന്ന് പറഞ്ഞാൽ മുറ്റം. സദാ ഫുഹാർ. സദാ ഫുഹാർ എന്ന് പറഞ്ഞാൽ എപ്പോഴും, അതായത് ഫുഹാർ എന്ന് പറഞ്ഞാൽ ചോട്ടി ബൂന്തെ, ചെറിയ തുള്ളികളായിരിക്കും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ വാക്കുകളുടെ അർത്ഥം എന്ന് പറയുന്നത്. പക്ഷേ ഇത് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. സുഖായ ബാഡ്, അതായത് വരൾച്ച ആയിക്കോട്ടെ, വെള്ളപ്പൊക്കമായിക്കോട്ടെ, സഹബിൻ്റെ മുറ്റത്ത്, അതായത് യജമാനല്ലേ ധനികൻ്റെ മുറ്റത്ത്, അത് എപ്പോഴും എന്താണ്? ചെറിയ വെള്ളത്തുള്ളികൾ മാത്രമായിരിക്കും. വലിയ വരൾച്ച വന്നാലും വെള്ളപ്പൊക്കം വന്നാലും അത് ധനികരുടെ മുറ്റത്തെ വെറും ചെറിയ തുള്ളികൾ മാത്രമായിരിക്കും. ഇതാണ് ഇതിൻ്റെ മീനിങ് എന്ന് പറയുന്നത്. പക്ഷേ ഇത് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഹൈക്കുവിൻ്റെ പ്രത്യേകത വെച്ച് നോക്കുകയാണെങ്കിൽ പുറമേ കാണുന്ന അർത്ഥമായിരിക്കില്ല അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവുക. അതായത് ഉദ്ദേശിക്കുന്ന കാര്യം വളരെ ആഴത്തിലുള്ളതായിരിക്കും. ഇവിടെ സൂക്ക എന്ന് പറയുന്നത് ഹൈക്കുവിൻ്റെ പ്രത്യേകത അനുസരിച്ച് നോക്കുകയാണെങ്കിൽ അതൊരു ബുദ്ധിമുട്ടായും ബാഡിനെ ഒരു വെല്ലുവിളിയായും നമുക്ക് കണക്കാക്കാം. വെല്ലുവിളി അല്ലെങ്കിൽ പ്രതിസന്ധികൾ, അതായത് ഇത് മനുഷ്യരുമായി ഉപമിക്കുന്ന സമയത്ത് സാധാരണ ജനങ്ങളുടെ ജീവിതത്തിലെ അവസ്ഥയാണ്. സാധാരണ ജനങ്ങൾക്ക് ഏത് തരത്തിലുള്ള പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും ഉണ്ടായാലും അതൊന്നും ആരെ ബാധിക്കുന്നില്ല എന്ന് പറയുന്നു? ധനികരെ അല്ലെങ്കിൽ യജമാനരായ ആളുകളെ ഇതൊന്നും ബാധിക്കുന്നില്ല. അവർക്കതൊക്കെ വെറും എന്താണ്?
ചാറ്റൽ മഴയാണ്, അല്ലെങ്കിൽ ചെറിയ വെള്ളത്തുള്ളികൾ മാത്രമാണ്. അവർക്കതൊന്നും വലിയ പ്രശ്നങ്ങളല്ല, വലിയ ബുദ്ധിമുട്ടുകളല്ല, ഒരു തരത്തിലുള്ള പ്രതിസന്ധികളുമല്ല. അവരെ സംബന്ധിച്ചിടത്തോളം, ആരെ സംബന്ധിച്ചിടത്തോളം, ധനികരെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ വെറും ഒരു ചാറ്റൽ മഴ മാത്രമാണ്, അല്ലെങ്കിൽ ചെറിയ ചെറിയ വെള്ളത്തുള്ളികൾ മാത്രമായിട്ടാണ്. എന്നാൽ സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് അവരുടെ ജീവിതത്തിലെ വലിയ വലിയ പ്രതിസന്ധികളാണ്. അതെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ അവരെ പ്രാപ്തരാക്കുന്നു. അതേസമയം യജമാനരല്ലെങ്കിൽ സമ്പന്നരായ ആളുകളുടെ ജീവിതം എങ്ങനെയാണ്? അതൊന്നും ബാധിക്കുന്നില്ല. അപ്പോൾ ഇവിടെ എന്താ അർത്ഥമാക്കുന്നത്? നമ്മൾ ലോകത്തെ സാധാരണ ജനങ്ങളും ധനികരും തമ്മിലുള്ള ഒരു വ്യത്യാസം തന്നെയാണ് അല്ലേ. സാധാരണ ജനങ്ങൾക്ക് ഏത് തരത്തിലുള്ള കാര്യം വന്നാലും, പ്രകൃതിപരമായ വന്നാലും, ഏത് തരത്തിലുള്ള കാര്യങ്ങൾ വന്നാലും അത് അവരുടെ ജീവിതത്തെ വളരെയധികം ബാധിക്കുന്നു, അല്ലെങ്കിൽ അവരെ വളരെ വലിയൊരു പ്രതിസന്ധിയിൽ കൊണ്ടെത്തിക്കുന്നുണ്ട്. പക്ഷെ ധനികരോ അല്ലെങ്കിൽ ഉയർന്ന സമ്പത്ത് ഉള്ള ആളുകളിലോ ഈ ഒരു പ്രശ്നങ്ങളൊന്നും തന്നെ അവരെ ഒരു തരത്തിലും ബാധിക്കുന്നില്ല. അപ്പോൾ ഈ 3 വരികളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, നമുക്ക് സൂക്ക, ബാഡ്, ആങ്കൻ, ഫുഹാർ എന്നീ 4 വാക്കുകളാണെങ്കിലും അതിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു ആശയം എന്ന് പറയുന്നത് വളരെ വലുതാണല്ലേ. അപ്പോൾ ആ കാര്യം കൂടി ഓർക്കുക. വരൾച്ച വന്നാലും വെള്ളപ്പൊക്കം വന്നാലും ആരുടെ മുറ്റത്ത് ചാറ്റൽ മഴയാണ്? സമ്പന്നരായ അല്ലെങ്കിൽ യജമാനരായ ആളുകളുടെ മുറ്റത്ത് അത് വെറും ഒരു ചാറ്റൽ മഴ മാത്രമാണ്. അതെല്ലാം നേരിടുന്ന ആരാണ്? സാധാരണ ജനങ്ങൾക്കാണ് അത് ഏറ്റവും വലിയ പ്രതിസന്ധിയായി മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സാധാരണ ജനങ്ങളും സമ്പത്തുള്ള ആളുകളും തമ്മിലുള്ള ഒരു വ്യത്യാസം തന്നെയാണ് ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്ന കാര്യങ്ങളുമായി കണക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആ കാര്യം കൂടെ ഒന്ന് ഓർത്ത് വയ്ക്കുക. അപ്പം നമുക്ക് എളുപ്പത്തിൽ പറയാനാണെങ്കിൽ സാധാരണക്കാരുടെ ജീവിതം എപ്പോഴും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും സങ്കടവും നിറഞ്ഞതാണ്. എന്നാൽ ധനികരുടെ അല്ലെങ്കിൽ സമ്പത്തുള്ള ആളുകളുടെ ജീവിതം എപ്പോഴും സദാ ഫുഹാർ, എന്താണ്, എപ്പോഴും ചാറ്റൽ മഴ എന്ന് പറയുന്നത് അവർക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ ഒന്നും തന്നെയില്ല. അവർക്ക് എപ്പോഴും സുഖവും സന്തോഷവും നിറഞ്ഞ ജീവിതമാണ് കിട്ടുന്നത്. ഇത്രയും കാര്യം കൂടെ ഒന്ന് ഓർത്ത് വയ്ക്കാം. അപ്പം നമുക്ക് സുരംഗമ്മ യാദവിനെ കുറിച്ച് കൂടെ ഒന്ന് അറിയാം. സുരംഗമ്മ യാദവാണ് ഒന്നാമത്തെ ഹൈക്കു എഴുതിയിരിക്കുന്നത്. ഡോക്ടർ സുരംഗമ്മ യാദവ് കാ ജന്മ ഉത്തർപ്രദേശ് മേ ഹുവ. അദ്ദേഹം ജനിച്ചത് ഉത്തർപ്രദേശിലാണ്. യാദോं के पंजी, भाव प्रकोष्ठ की सदी आदि उनके प्रसिद्ध ഹൈക്കു സംഗ്രഹ है. അപ്പം ഈ 3 പേരുകളും കൂടെ ഓർക്കുക. ഇത് 3 സംഗ്രഹങ്ങളാണ്, ഹൈക്കു സംഗ്രഹങ്ങളാണ് ഇദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായിട്ടുള്ളത്. യാദോं की पंजी, भाव प्रकोष्ठ, गाएगी सदी. രാംധാരി സിംഗ് ദിനകർ പുരസ്കാർ സേ വേ സമ്മാനിത് ഹെ. രാംധാരി സിംഗ് ദിനകർ പുരസ്കാരവും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സുരംഗമ്മ യാദവിനെ പറ്റി പറയാനുള്ളത്. ഉത്തർപ്രദേശിലാണ് ജനിച്ചത്. യാദോं के पंजी, भाव प्रकोष्ठ, गाएगी सदी എന്ന 3 ഹൈക്കു സംഗ്രഹങ്ങളാണ് ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ളത്. അതുപോലെ തന്നെ രാംധാരി സിംഗ് ദിനകർ പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഹൈക്കു പഠിക്കുന്ന സമയത്ത് ഓരോ വാക്കുകളുടെ മീനിങ്ങും പ്രത്യേകം എഴുതി വെക്കുക. സൂക്ക എന്ന് പറഞ്ഞാൽ ഇവിടെ വരൾച്ചയാണ്. ബാഡ് എന്ന് പറഞ്ഞാൽ പ്രളയം അല്ലെങ്കിൽ വെള്ളപ്പൊക്കത്തിനെ പറയാം. സഹബ് എന്ന് പറഞ്ഞാൽ ധനികർ അല്ലെങ്കിൽ യജമാൻ എന്ന അർത്ഥമാണ്. ആങ്കൻ എന്ന് വെച്ചാൽ മുറ്റം. സദാ ഫുഹാർ എന്ന് വെച്ചാൽ എപ്പോഴും എന്താണ്, ചെറിയ ചോട്ടി ബൂന്ത്, ചെറിയ വെള്ളത്തുള്ളികളാണ്. അപ്പോൾ ഇത്രയും വാക്കുകൾ ഓർക്കുക. അതിൻ്റെ കൂടെ അതിൻ്റെ ഒരു ആഴത്തിലുള്ള മീനിങ്ങും കൂടെ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ആദ്യത്തെ ഹൈക്കുവിൽ നമുക്ക് പഠിക്കാനുള്ളത്. അതുപോലെ ഇതിൻ്റെ ഇവിടെ ഒരു സൈഡിലൊരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻസിൻ്റെ എല്ലാ ആൻസേഴ്സും നമുക്ക് ഒരുമിച്ച് തന്നെ ഡിസ്കസ് ചെയ്യാം. അപ്പം ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് നല്ല രീതിയിൽ വായിക്കുക, പഠിക്കുക. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. നമുക്ക് ഇനിയും കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. കൂടുതൽ 1 വേർഡ് ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ രീതിയിലുള്ള ക്വസ്റ്റ്യൻസും ആൻസേഴ്സും നമ്മൾ ഇതിൻ്റെ ഇനി വരാൻ പോകുന്ന വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതിൻ്റെ മലയാളം മീനിങ്ങും അത് എല്ലാ രീതിക്കുള്ള ക്വസ്റ്റ്യൻസിൻ്റെ മലയാളവും ആൻസറിൻ്റെ മലയാളവും നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ്സിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. അപ്പം ഓക്കെ, ബൈ.